ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ക്രാഫ്റ്റ് വീഡിയോസും റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ നാട്ടിൽ നടത്തുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. സംഭവം നടന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു. അന്നൊന്നും എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ പറ്റിയിട്ട്. കാരണം നമ്മൾ അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല ഇതുവരെ. എങ്കിലും ഇന്ന് എനിക്ക് തോന്നി അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വളരെ കുറച്ച് പേരെ എൻ്റെ ഒരു വീഡിയോ കാണും. എങ്കിലും കുറച്ച് പേരാണെങ്കിൽ കുറച്ച് പേര് ഇതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ എനിക്ക് കഴിയെങ്കിൽ അത് നല്ലതല്ലേ എന്ന് തോന്നി. അപ്പം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് ഈ കുട്ടികളെ പിടുത്തക്കാർ, കുട്ടിപ്പിടുത്തക്കാർ, അവരെ പറ്റിയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് വാർത്തയിലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. എങ്കിലും ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞു. കാരണം നമ്മുടെ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഒക്കെ ഇത്രത്തോളം വളർന്ന സ്ഥിതിക്ക് അവരെന്തായാലും പിടിക്കപ്പെടുമെന്ന് അറിയാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നല്ല രീതിയിൽ കുറവുണ്ട്. എങ്കിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഉൾനാട്ടുകളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഇത് ഒരു ദിവസം മുൻപ് നടന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ കുട്ടിപ്പിടുത്തക്കാരെന്ന് പറയുന്നത് അവർ പല രീതിയിലാണ് തന്ത്രങ്ങൾ മെനയുന്നത്. അപ്പം ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ പല രീതിയിലാണ് കുട്ടികളെ അങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കൊണ്ടുപോകുന്നു, അതേപോലെ തന്നെ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒത്തിരി തന്ത്രങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ അവരിങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇങ്ങനെ അധികം ഒന്നും കേൾക്കാത്ത ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുൻപേ ഞങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ബസ് വരുമല്ലോ. അപ്പോൾ സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടികളെ ഇങ്ങനെ ഓരോ കുട്ടികളായിട്ട് റോഡിൻ്റെ അടുത്ത് ഇറക്കിയിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുവിടും, അല്ലെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് അവർ നോക്കും അവർ വീട്ടിലെത്തിയോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ഒരു സ്കൂൾ ബസ് ഇങ്ങനെ പോവുക. അപ്പോൾ അതിന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ആയ അല്ലെങ്കിൽ ഒരു ചേച്ചി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്കൂൾ ബസ്സിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇങ്ങനെ ഓരോ കുട്ടീനെയും വീട്ടിൻ്റെ ഗേറ്റിലേക്ക് കടത്തി വിടുന്നത് അവരാണ്. അപ്പോൾ റോഡ് സൈഡിലുള്ള വീടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുട്ടീനെ അവരിറക്കി. അപ്പോൾ അവർ റോഡിൽ ഇറക്കിയ ടൈമിൽ തന്നെ റോഡ് മേലെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ആക്കി കൊടുക്കാം കുട്ടീനെ, വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കാം, എനിക്ക് അറിയുന്ന കുട്ടിയാണ്, എനിക്ക് പരിചയമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചേച്ചി ചോദിച്ചു മോനോട്, മോൻ അറിയോ, ഈ മാമൻ ആരാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കറിയില്ല, ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുവിടാം, ഞാൻ അങ്ങോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇവർ കുട്ടീനെ ബലമായിട്ട് പിടിച്ച് വെച്ചു. എന്ന് പറഞ്ഞു വേണ്ട, ഞാൻ ആക്കി കൊടുക്കാം, നിങ്ങൾ പൊക്കോ, നിങ്ങൾ വിട്ടോ എന്നാണ് പറയുന്നത്. അപ്പം എന്തോ അവർ കുട്ടി അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പറഞ്ഞു വേണ്ട, ഞാൻ ആക്കി കൊടുക്കാമെന്നുണ്ട്. അവർ കുട്ടീനെ ബലമായിട്ട് പിടിച്ചിട്ട് വീട്ടിലേക്ക് അയച്ചു. കുട്ടി ഗേറ്റ് കടന്നിട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവർ വണ്ടിയിൽ ബസ് കയറി പോയി. അപ്പം ആ ഒരു ടൈമിൽ അവർക്ക് അത്ര പന്തികേടൊന്നും തോന്നിയില്ല. കാരണം പരിചയമുള്ള ഒരാൾ റോഡിൽ നിൽക്കുമ്പോൾ മോനെ അറിയില്ലായിരിക്കും എന്ന് തോന്നി. പക്ഷേ അടുത്ത സ്റ്റോപ്പിലെത്തിയപ്പം ഈ ഒരു സംഭവം തന്നെ റിപ്പീറ്റ്. ഈ ഒരു സംഭവം തന്നെ ഇങ്ങനെ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരാൾ റോഡിൽ നിൽക്കുന്നു. ഈ ഒരു മോനെ ഞാൻ ആയിക്കൊടുക്കാം, എനിക്കറിയുന്ന കുട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ചേച്ചി കഴിഞ്ഞ സ്റ്റോപ്പിലും ഈ ഒരു സംഭവം തന്നെ. അപ്പോൾ അവരോടും പറഞ്ഞു, മോനോട് ചോദിച്ചു ആദ്യം. അപ്പോൾ മോനും അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ആക്കി കൊടുക്കാം, ഞങ്ങളാണല്ലോ ഇത് ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുട്ടീനെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു വേണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നു. അപ്പം ഈ ഒരു സംഭവം റിപ്പീറ്റ് ആണല്ലോ. കഴിഞ്ഞ സ്റ്റോപ്പിലും ഈ ഒരു സംഭവം തന്നെ ഉണ്ടായപ്പം ചെറിയ രീതിയിലൊരു പന്തികേട് തോന്നി. അപ്പോൾ അവർ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ ഇറങ്ങി വന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ട് ഒന്ന് രണ്ട് ആൾ കൂടി നാട്ടുകാർ കൂടെ അവരെ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഈ പെട്ടെന്ന് ഒരാൾ ഒരു ബൈക്ക് എടുത്ത് വന്നു. അതിലേക്ക് കയറിയിട്ട് ആൾ പോയി. അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ ഒരു ടൈമിൽ എല്ലാം ഒരു 1-2 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പം ഈ ഒരു സംഭവം അവിടുത്തെ സ്റ്റോപ്പിലുള്ളത് കൊണ്ടാണ് അവർ പേടിച്ചിട്ട് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ നാട്ടുകാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ നാട്ടുകാരും പറഞ്ഞു പരിചയമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ പ്രദേശങ്ങളിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പോകും, അല്ലെങ്കിൽ അതിനുള്ള ശ്രമമായിട്ട് വന്നതാണോ എന്നറിയില്ല, ഇങ്ങനെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം. അല്ലെങ്കിൽ തന്നെ സെയിം ആ ഒരു നാട്ടിൽ തന്നെ 2 സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം എന്തായാലും സംശയിച്ചു. അപ്പം ഇതുവരെയും കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. പക്ഷെ അതിനുള്ള ശ്രമം നടന്നു. ഒരുപക്ഷെ ഇനി ആ ഒരു ഭാഗത്ത് ഈ ഒരു ശ്രമം ഇല്ലാതിരിക്കും. കാരണം ആൾക്കാർ മനസ്സിലാക്കി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ എന്തായാലും ഇവിടുന്ന് കളഞ്ഞു. ഇനി ഏത് നാട്ടിലാണ് ഈ ഒരു തന്ത്രം കൊണ്ട് പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപക്ഷെ അവരിനി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു തന്ത്രം ആയിരിക്കില്ല എടുക്കുക, വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും അവർ ശ്രമിക്കുന്നത്. നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ കുട്ടികളാണ്, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണ് കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത്. അപ്പം ഈ ഒരു കുട്ടീനെ തന്നെ അവർക്ക് തന്നെ ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ആയൻ്റെ തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്. അവർ ഒരുപക്ഷെ നിങ്ങൾ ആകെ കൊടുത്തോ എന്നുള്ള രീതിയിൽ അവർ മാറി നിന്നതിന് ഒരുപക്ഷെ ആ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടാവുമായിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സ്കൂളിൽ നിന്നുള്ളവരാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അല്ലേ. പിന്നെ നമ്മൾ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം, ഇത് മലയാളികൾ തന്നെയാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ മലയാളികളാണ്. നമുക്ക് സംസാരം കേട്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ അവരൊക്കെ പറയുന്നത് മലയാളികളാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവരോ ബംഗാളികളോ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ, നമ്മുടെ നാട്ടിലായിരിക്കില്ല, ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ജില്ലയിലൊക്കെ ഉള്ളവരായിരിക്കും. എന്തായാലും മലയാളികളാണ്. പുറത്തുനിന്ന് വന്നവർ ആൾക്കാർ ആരുമല്ല. സംസാരം കേട്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ, ആ ഒരാൾക്കും ഡ്രൈവർക്കാണെങ്കിലും. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളാണ്. അവരിനി ഏത് രീതിയിലാണ് തന്ത്രം എന്നിട്ട് വരാമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ കെയർഫുൾ ആയിരിക്കുക. കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അവർക്ക് അവയർനെസ് കൊടുക്കുക ഇതിനെ പറ്റിയിട്ട്.
അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം എത്ര പേര് എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് പേരെ എൻ്റെ ഒരു വീഡിയോ കാണാറുള്ളൂ. അപ്പം എന്തായാലും കുറച്ച് പേരാണെങ്കിൽ കുറച്ച് പേർക്ക് ഈ ഒരു വിവരം എത്തിക്കുക, അവരെ അവയർനെസ് ആക്കുക എന്നുള്ളൊരു വീഡിയോ, അത് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുട്ടി മക്കളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മക്കളാണ്, നമുക്ക് വേണ്ടതാണല്ലോ അവരെ. അപ്പോൾ ഒരിക്കലും ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കട്ടോ. അപ്പോൾ അത്രയും നമ്മളെ വീഡിയോ ടാറ്റാ.